നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു തത്സമയ സംപ്രേഷണത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതോടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിളംബര ഘോഷയാത്ര തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ ചടയമംഗലം ജംഗ്ഷനിൽ പഞ്ചായത്ത് ഹാളിൽ നിന്നും ആരംഭിച്ച് ചടയമംഗലം KSRTC മൈതാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിളംബര ജാഥയ്ക്ക് ശേഷം വിവിധ പരിപാടികളോടുകൂടി വളരെ ആഘോഷപൂർവ്വം വിവിധ പരിപാടികൾ പുറത്തിറക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് ഈ മാലിന്യമുക്ത കേരളം അല്ലെങ്കിൽ മാലിന്യമുക്ത ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. KSRTCയുടെ പഴയ മൈതാനിയിലേക്ക് വിളംബര ജാഥ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപനം നടക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ
നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നവരെ കസാരയോടുകൂടി ഇങ്ങോട്ട് മാലിന്യ മുക്ത കേരളത്തിൻ്റെ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിക്കുന്നതിനോടൊപ്പം ചടയമംഗലം ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുള്ള പ്രഖ്യാപനം ചടയമംഗലത്തെ KSRTC മൈതാനത്ത് സംഘടിപ്പിച്ച വേദിയിൽ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വിളംബര ജാഥയാണ് ഇപ്പോൾ പഞ്ചായത്ത് ഹാളിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പുറപ്പെട്ട് ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡ് മൈതാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് വേണം കാണാൻ. അവർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലോ? മാലിന്യ മുക്ത കേരളം നവകേരളത്തിന്റെ ഭാഗമായുള്ള മാലിന്യ മുക്ത കേരളം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കേരള സംസ്ഥാനം ഇന്ന് മാലിന്യമുക്ത നവകേരള സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുമ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു. അതിന്റെ പ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും ഇന്ന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 2-3 മാസങ്ങളായി ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാകാൻ തന്നെ നമ്മുടെ പഞ്ചായത്തിനെയാകെ ശുചീകരിക്കുന്നതിന്, വൃത്തിയാക്കിയെടുക്കുന്നതിന് നമ്മുടെ ഘടക സ്ഥാപനങ്ങളടക്കം, നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളടക്കം എല്ലാം വളരെ ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുക എന്നുള്ള ദൗത്യം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെയോടുകൂടി നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൻ്റെ ടൗണടക്കം വൃത്തിയാക്കി ആ ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിളംബര സന്ദേശ ഘോഷയാത്രയടക്കം സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അതിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ചടങ്ങ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചടയമംഗലത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി മിനി സുറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജു അവർകൾ, ബഹുമാന്യനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർകൾ, ജനപ്രതിനിധികളായിട്ടുള്ള സുനിൽകുമാർ, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡി രഞ്ജിത്ത്, ഉഷ ബോസ്, ജയലേഖ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് എം ബാബുരാജ് അവർകൾ, ഏറെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ,
ഏറെ പ്രിയപ്പെട്ട NREGSന്റെ പ്രവർത്തകർ, ബഹുമാന്യരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ, ഏറെ പ്രിയങ്കരായിട്ടുള്ള ഇവിടെ നമ്മുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കലാപരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ ഈ പരിപാടി പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, ഏറെ ബഹുമാന്യരെ, ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനമാകമാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ ഗ്രാമപഞ്ചായത്തുകളും സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ാം തീയതി സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏകദേശം 80 മാർക്കോളം നേടുന്ന പഞ്ചായത്തിനാണ് ഇത്തരത്തിൽ മാലിന്യമുക്തമായ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുന്നത്. നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ആ കണക്ക് നോക്കുകയാണെങ്കിൽ 87 മാർക്ക് നേടിക്കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുന്നത്. നമുക്കറിയാം, ദൈനംദിനം നമ്മുടെ നാടിലാകമാനം ഉണ്ടാകുന്ന വേസ്റ്റ് മാലിന്യങ്ങളും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളും മറ്റുമെല്ലാം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏറെ ഗൗരവത്തോടുകൂടി അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ഗ്രാമപഞ്ചായത്തുകൾക്ക് കർശന നിർദ്ദേശം കൊടുക്കുകയും വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു സേനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മ സേനയുണ്ട്. എല്ലാ മാസവും നമ്മുടെ വീടുകളിൽ എത്തുകയും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് കൃത്യമായി കൃത്യതയോടുകൂടി ശേഖരിച്ചു കൊണ്ടുവരികയും അതിനെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സെഗ്രിഗേഷൻ ചെയ്യുകയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ മാസം വരെ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ കൊണ്ടുവരികയും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ അത് തിരിഞ്ഞ് പല ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു വാർഡിൽ നിന്ന് ഒരു മാസം ശേഖരിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തുന്ന പ്ലാസ്റ്റിക്, അത്രത്തോളം അജൈവ മാലിന്യമായിട്ടുള്ള ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും ഇപ്പോൾ ഈ ഹരിതകർമ്മ സേന ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും നമ്മുടെ വാർഡുകളിലും കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു നേരത്തെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല, നമ്മുടെ വാർഡുകളിലും അതുപോലെ പഞ്ചായത്തുകളിലും കുറഞ്ഞു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ഒരുപാട് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക് 100% എത്തിച്ചേരുന്നതിന് വേണ്ടി സാധിക്കൂ. അത്തരത്തിൽ 100% എത്തിച്ചേർന്ന് 100 മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുന്നതിന് ആ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ വീട്ടിലെത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകളാണ്. അവർക്കൊരു മാസം 50 രൂപയോ അല്ലെങ്കിൽ കടകൾ കേന്ദ്രീകരിച്ച് 100 രൂപയോ കൊടുക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാണ്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഉപയോഗിച്ച് കളയുന്ന മാലിന്യങ്ങൾ അത് നിങ്ങളടുത്ത് ശേഖരിച്ചു വെക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അത് തട്ടിയിട്ട് വൃത്തിയുണ്ടോ എന്ന് പോലും നോക്കാതെ ആ മൊത്തം മാലിന്യങ്ങളും വാരിക്കൊണ്ടുവന്ന് പഞ്ചായത്തിലിരുന്ന് മുഴുവൻ സമയവും അവരുടെ കൈ ഉപയോഗിച്ച് വൃത്തിയാക്കിയാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അത് കയറ്റി അയക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു ദൗത്യത്തിൽ ഒപ്പം നിന്നുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഒരെണ്ണം പോലും കത്തിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങളെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഗ്രാമപഞ്ചായത്ത് കർശന നടപടികളുമായി മുൻപോട്ട് പോകുന്നതായിരിക്കും. നമ്മുടെ കടകൾ കേന്ദ്രീകരിച്ചായാലും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായാലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അതിനെ വ്യക്തമായി ഫൈൻ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും 1-ാം തീയതി മുതൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻപോട്ട് പോകുന്നത്. അതിന് ഇവിടെയുള്ള എല്ലാവരും, പ്രിയപ്പെട്ട നാട്ടുകാരും അതുപോലെ വ്യാപാരി വ്യവസായികളും എല്ലാവരും ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച ഈ നേട്ടം നമുക്കെല്ലാവർക്കും, പഞ്ചായത്തിന് മാത്രമുള്ളതല്ല, നമുക്കെല്ലാവർക്കും കൂടിയുള്ള നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി പ്രഖ്യാപിച്ചുകൊണ്ടെത്തുന്നു. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട്
നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ചടയമംഗലം ബ്ലോക്കിൻ്റെ ബഹുമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു, ഇവിടെ നമ്മുടെ ഈ പ്രഖ്യാപനം നടത്തിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി വിനി സുനിൽ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, ബഹുമാന്യരായ നാട്ടുകാർ, പ്രിയമുള്ളവർ, ഇനി ദീർഘമായി ഒരു വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. അത് ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ഈ നിലയിൽ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പിഴ മാത്രമല്ല, അതിന് കൃത്യമായ അവബോധനം സംഘടിപ്പിക്കണം. മുഴുവൻ ആളുകളും ഇതിനോടൊപ്പം ചേർന്ന് ഈ ഉദ്യമത്തിൽ പങ്കാളികളാവുന്ന തരത്തിലേക്ക് നമുക്ക് ഈ പ്രവർത്തനം മാറ്റിയെടുക്കാൻ കഴിയണം. നമ്മളെല്ലാം ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ നാട്ടിലെ നാട്ടുകാർ കൂടി ഇതിനോടൊപ്പം ചേരാതെ നമുക്ക് സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് ഈ എല്ലാ കാലവും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ പട്ടണം, ആ പട്ടണം ഇന്നലെ വളരെ വൃത്തിയായി ശുചിയാക്കി ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങളടക്കം ഹരിതകർമ്മ സേനാംഗങ്ങളടക്കം വളരെ വൃത്തിയായി ശുചിയാക്കി ഇട്ടിരുന്ന പട്ടണം ഇന്ന് രാവിലെ അങ്ങിങ്ങ് വീണ്ടും കുപ്പികളും പേപ്പർ കഷ്ണങ്ങളും കണ്ടത് നമ്മൾ കണ്ടതാണ്. ഞാൻ രാവിലെ ഇറങ്ങി വരുമ്പം കുറെ വേസ്റ്റ് ബിന്നിന്റെ ചുറ്റും കുപ്പി കിടക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഞാനാണ് പറക്കിയത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ കൂടി ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നമുക്ക് അവബോധനം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പട്ടണം ഏറ്റവും സുന്ദരകരമായ പട്ടണമായി, വൃത്തിയുടെ പര്യായമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പട്ടണമായി ചടയമംഗലം പട്ടണം മാറ്റിയെടുത്തുകൊണ്ട് ഈ ചടയമംഗലം ഗ്രാമം മുഴുവൻ മാലിന്യമില്ലാത്ത ഒരു ഗ്രാമമായി നമുക്ക് മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ. അതിൽ മുഴുവൻ പേരെയും പങ്കാളികളാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഏർപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാർ ഡാൻസേഴ്സ് കുന്നമ്പലം അവതരിപ്പിക്കുന്ന വിവിധ നൃത്ത പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നതാണ്. സ്നേഹപൂർവ്വം അവരെ ക്ഷണിക്കുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചതിൻ്റെ തത്സമയം സംപ്രേഷണമാണ് പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനകീയ ക്യാമ്പാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും പരിപാടിയുമായി ബന്ധപ്പെട്ട് കുന്നുപുറത്തെ കുറച്ച് കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടികൾ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. Ada
ശരിയാവും.
കുപ്പിച്ചില്ല എവിടെ അങ്ങോട്ട് കൈകൊട്ടിയാൽ മതി. സ്ലൈഡ് കിടക്കുന്നു. ഈ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തെ പ്രഖ്യാപിച്ചതിൻ്റെ തത്സമയ സംപ്രേഷണ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.